അസ്സലാമലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ പലരും താമസിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ഐഡിയാസ് കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് പണിതെടുത്ത വീട്ടിലായിരിക്കത്തില്ല. ചിലപ്പോൾ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ സ്പേസ് ആയിരിക്കാം. അപ്പോൾ അവിടെയൊക്കെയുള്ള ചെറിയ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവിടെയുള്ള സ്പേസിൽ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ഐഡിയാസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് എനിക്ക് ഹെൽപ്ഫുൾ ആയതും എനിക്കത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ അവർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചൺ, വാർഡ്രോബ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിൻലി കിച്ചൺ ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളുടെ എല്ലാം വീട്ടിൽ കാണാറുള്ള ഒരു സ്റ്റാൻഡാണിത്. നമ്മുടെ മൈക്രോവേവ് ഓവൻ വാങ്ങുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റാൻഡാണ്. അത് മെയിൻലി ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ വരുന്നതെങ്കിലും പലപ്പോഴും നമുക്കിത് എല്ലാ ദിവസമൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. എല്ലാ ദിവസമൊന്നും ഗ്രില്ല് ചെയ്യുന്നൊന്നും ഇല്ലാത്ത കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തട്ടലാണ് പതിവ്. അത് മാത്രമല്ല, മൈക്രോവേവ് ഓവൻ കൂടാതെ നമ്മൾക്കിപ്പം ഒരു ഗ്യാസ് ഓവനും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യാനൊക്കെ ഗ്യാസ് ഓവൻ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു സാധനത്തിന് അധികം ഉപയോഗം അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവത്തുമില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തട്ടാതെ ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള യൂസ് കൊടുത്തിട്ട് നമ്മളുടെ ഓർഗനൈസിങ് ഐഡിയാസിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സ്പേസ് നോക്കിയാൽ ഇവിടെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഒന്നും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ലാതാനും അവിടെ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡ് അവിടെ വെക്കും. ഈ ഒരു സ്റ്റാൻഡ് വെക്കുമ്പോഴത്തേക്കിനും ഈ സ്റ്റാൻഡിനൊരു പ്രോപ്പർ സ്പേസ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനൊരു 2 തട്ട് പോലെ കിട്ടും. മുകളിലും കുറച്ച് സാധനങ്ങൾ വെക്കാം, ഇതിൻ്റെ താഴെയും കുറച്ച് സാധനങ്ങൾ വെക്കാം. ഇത് നമ്മളുടെ ഫ്രീസർ ഓർഗനൈസിങ്ങിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ആവശ്യമുള്ള സ്ട്രോസ് മാത്രം എടുത്തിട്ട് ഒരു സിപ്പർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബാക്കി സ്ട്രോസ് ആണ് കേട്ടോ ഇത്. പിന്നെ അപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചപ്പം എനിക്കിത് 2 സ്പേസ് ആയിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബീറ്ററും വെച്ചു. അവിടെ ഉണ്ടായിരുന്ന ബേക്കിംഗ് മൗൾഡ് എടുത്തിട്ട് ബേക്കിംഗ് ട്രേസും മൗൾഡ്സൊക്കെ ഇരിക്കുന്ന ആ കൂടെയും വെച്ചു. അപ്പം ഈ ഒരു സ്പേസ് കുറച്ചും കൂടെ എളുപ്പമായി കിട്ടി. കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കിട്ടി. നേരത്തെ അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് കൂടി കുഴഞ്ഞിരിക്കുമായിരുന്നില്ലേ. ഇനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഗ്രോസറി പർച്ചേസിന് ശേഷം നമ്മൾ അതെല്ലാം ഓരോ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് മിച്ചം വരുന്നുണ്ടല്ലോ. മിച്ചം വരുന്നതെല്ലാം ആ കവറിൽ തന്നെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിന് പകരം ഇതുപോലൊരു ട്രെയിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ ഇനി ഉണ്ട് അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത്. അല്ലാതെ നമ്മളൊരു കബോർഡിൽ മാത്രമായിട്ട് ഒരു കോർണറിൽ മാത്രമായിട്ട് വെക്കുവാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മളിതിങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തപ്പലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു ട്രേ ഉണ്ടെങ്കിൽ ഒരു സാധനത്തിന് വേണ്ടിയാണ് ഇപ്പം നോക്കുന്നതെങ്കിലും ഒരു 3-4 സാധനം നമ്മളുടെ മെമ്മറിയിലേക്ക് റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. അത് വൃത്തിയായിട്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയും ചെയ്യും. ഇനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി യൂസിന് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ, അതായത് സ്പൈസസ്, പിന്നെ അതുപോലെയുള്ള നമ്മൾ കറികൾക്കൊക്കെ എടുക്കുന്ന ചെറിയ പൊടികൾ, അങ്ങനത്തെയുള്ള എല്ലാ സാധനങ്ങളും ഇല്ലേ, അതിനെല്ലാം വെറുതെ കുറേ ടിന്നിലാക്കി പല പല സ്ഥലങ്ങളിൽ വെക്കുന്നതിന് പകരം ഇതെല്ലാം തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടിന്നിൽ വെച്ചാൽ വളരെ ഈസിയാണ്, കംഫർട്ടബിളാണ്, നമ്മളുടെ പണിയെല്ലാം പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വെളിയിൽ കൂടെ കാണാൻ പറ്റാത്ത ടിന്നിലാണ് അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നതെങ്കിൽ ഓരോ സാധനവും നമുക്ക് ഏതാന്നുള്ളത് തുറന്നു നോക്കേണ്ടി വരും. പിന്നെ ഓരോന്നിലും ഇങ്ങനെ പേരെഴുതി അല്ലെങ്കിൽ സ്റ്റിക്കർ എഴുതി ഒട്ടിക്കുക എന്ന് പറയുന്നതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ആ ടിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും ഇട്ട് വെക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ടിന്നാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും തുറന്ന് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളുടെ ഒറിഗാനോ ഒക്കെ ഇല്ലേ, അത് വരുന്ന ബോട്ടിലാട്ടോ, ചെറിയ ബോട്ടിൽ. അപ്പം ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതങ്ങ് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ പൊടികൾ, ഇപ്പം ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന ജീരകപ്പൊടിയൊക്കെ, അപ്പം അതൊക്കെ കംഫർട്ടബിളായിട്ട് ഇട്ട് വെക്കാനായിട്ട് പറ്റും. ഒരുപാട് വലുതല്ല അതിൻ്റെ ആ ഒരു മൗത്ത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിയിലേക്ക് വരത്തുമില്ല. നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്ലാസ്റ്റിക് അല്ല. അതുപോലെ ചെറിയ സാധനങ്ങളില്ലേ, സ്പൈസസ് ഒക്കെ, അതിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ ടിന്നെല്ലാം കൂടെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഒത്തിരി സ്പേസും, അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു ടിന്നും മതി. പിന്നെ അതൊന്നും നമ്മൾ ഒരുപാട് അങ്ങ് സ്റ്റോർ ചെയ്യാറും ഇല്ലല്ലോ. കുറച്ച് ഒരേ ടൈപ്പിലുള്ളത് കിട്ടുവാണെങ്കിൽ ഒരു
കാണാൻ നല്ലതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും ഗ്ലാസിന്റെ ടിൻ തന്നെ കിട്ടുമല്ലോ. ഗ്ലാസിന്റെ ബോട്ടിൽ തന്നെ. അപ്പം അതിൽ തന്നെ ഇട്ട് വെച്ചാലും മതി. പിന്നെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് കിച്ചണിൽ മാത്രമല്ല നമ്മളുടെ കബോർഡിലും ഒക്കെ വെക്കാനായിട്ട് പറ്റും. കബോർഡിൻ്റെയൊക്കെ സ്റ്റാൻഡിൽ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചാൽ മാത്രം മതി. ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് അതിനകത്തേക്ക് അത്യാവശ്യമുള്ള മാഗസിൻസോ ബുക്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പം എനിക്ക് അത്യാവശ്യമുള്ളത് കിച്ചണിലായിരുന്നു. നമ്മളുടെ കിച്ചൺ ചെറുതാണ്. അപ്പം ചെറിയ കിച്ചണിന് കൂടുതൽ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളും അതും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേനും പെട്ടെന്ന് എടുക്കാനായിട്ടും കാണാനായിട്ടും പറ്റില്ല. ഇതെല്ലാം കൂടെ നമ്മുടെ താഴത്തെ സ്പേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിംഗ് സ്പേസ് കുറവായിരിക്കും. അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേനും ഇതെല്ലാം അങ്ങ് എയറിൽ തന്നെ അങ്ങ് നിന്നോളുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിലൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഗ്ലാസിൻ്റെത് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഉടഞ്ഞു പോകുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോളും കുറേ നാളൊക്കെ. അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നേ ഇല്ല കേട്ടോ. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കും. അപ്പം ഈ ഒരു ഇത്രയും നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഒരുപാട് സ്പേസും ഒരുപാട് കിച്ചണിലൊക്കെ ഒരുപാട് വലിപ്പമുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾക്ക് ചെറിയ സ്പേസ് ഉള്ളവർക്ക് ആ ഒരു സ്പേസ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വർക്കിംഗ് സ്പേസ് മാത്രമാണ് നമുക്ക് കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് പല സാധനങ്ങളും ഈ ഒരു താഴത്തെ സ്പേസിൽ വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടത്തില്ല. അപ്പം ഇതാകുമ്പോഴത്തേനും എല്ലാം പ്രോപ്പറായിട്ട് അടങ്ങിയിരിക്കുകയും ചെയ്യും. എല്ലാം കിച്ചണിൽ തന്നെ അവൈലബിളും ആയിരിക്കും. കാണുമ്പോഴത്തേക്കിനും കുറച്ച് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന സ്പേസിലേക്ക് ഒന്നും തന്നെ നമ്മൾ ഫ്ലോറിൽ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് എത്തത്തില്ല. ഇപ്പം എനിക്കൊക്കെ കുറച്ചൊന്ന് എത്തി പിടിക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഈ കാണുന്ന കബോർഡ്സ് അല്ലേ, ഇതെല്ലാം നോക്കിയാൽ ഇത് റൂഫിൽ നിന്ന് അറ്റാച്ച് ചെയ്തേക്കുക. ആ റൂഫിൽ നിന്ന് അറ്റാച്ച് ചെയ്തേക്കുന്ന കബോർഡ്സിലേക്ക് നമ്മളിപ്പം എത്തത്തില്ല പറഞ്ഞിട്ട് അതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഒട്ടും തന്നെ സ്പേസ് ഉണ്ടാവത്തില്ല. ഈ കബോർഡിൻ്റെ ഒരു താഴത്തെ ഒരു തട്ട് അല്ലെങ്കിൽ 2 തട്ട് വരെയൊക്കെ എനിക്ക് കഷ്ടി എത്തത്തുള്ളൂ. അതിൻ്റെ മുകളിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ എപ്പോഴും ആ മുകളിലത്തെ സ്പേസിലേക്ക് കയറാൻ ഒരു അസിസ്റ്റന്റ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഹെൽപ്പായിട്ടുള്ള സാധനമാണിത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഈ സ്റ്റൂൾ. ഇപ്പം സമയം പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ചെറിയ വലിയ കട്ടിയില്ലാത്ത സ്റ്റൂൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇതുപോലെ നല്ല കട്ടിയുള്ള സ്റ്റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോർണർ സ്റ്റാൻഡാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരുവിധം കുറേ പേരൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ബാസ്ക്കറ്റിലൊക്കെ ആക്കി നമ്മളുടെ വർക്കിംഗ് സ്പേസിൽ തന്നെ വെച്ചാൽ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷെ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഇതുപോലെ ഇതെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എയറിൽ നിന്നോളുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്പേസ് നമ്മളുടെ നിന്ന് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ സവാള, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം തന്നെ ഒരു കോർണറിലാക്കി വെക്കാനുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ സവാള ഇല്ല, കാരണം വീക്കെൻഡായി. അപ്പം സാധനങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു മെത്തേഡിൽ നിന്ന് മാറത്തേ ഇല്ല. ഇത് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് അരി ഇട്ടിട്ട് അതിലേക്കാണ് ഈ നൈഫ്സ് എല്ലാം കുത്തി വെച്ചേക്കുന്നത്. എന്താന്ന് വെച്ചാൽ മുന്നേ ഡ്രോവറിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കൈ മുറിയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെ ഈ അരിയിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഈ അരിയെല്ലാം കൂടെ താഴെ പോകും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇതിലേക്ക് വെക്കുന്നത്. അപ്പം അരിയൊന്നും അതിൽ പിടിക്കത്തുമില്ല. അഥവാ ഉണങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അരിയൊന്നും അതിൽ പിടിച്ചിരിക്കത്തേ ഇല്ല. പിന്നെ ഈ സ്റ്റാൻഡിൽ ഞാനിങ്ങനെ പേപ്പർ ഇട്ട് കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒനിയൻ്റെയും ചെറിയ ഉള്ളിയുടെയൊക്കെ തൊലി ഇങ്ങനെ പറഞ്ഞു പോകത്തില്ലേ, അതെല്ലാം കൂടെ അല്ലെങ്കിൽ ഈ താഴോട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അതിന് പകരമായിട്ട് ഈ പേപ്പർ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടയ്ക്ക് പേപ്പർ എടുത്ത് മാറ്റിയാൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ സ്പേസിലും ഒക്കെ തൊലിയെല്ലാം വീണിട്ട് നമ്മൾ എപ്പോഴും ആ കോർണർ പോയിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ നേരത്തെ നമ്മൾ സ്പൈസസ് കാണിച്ചപ്പോഴത്തേനും അതൊക്കെ ചെറിയ ബോട്ടിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ വലിയ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മെയിൻലി പുളിയൊക്കെയാണ് ഈ ബോട്ടിൽ ഇട്ടേക്കുന്നത്. നമ്മൾ പുളിയൊന്നും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ ഇടുന്നതാണെന്നാണ് പറയുന്നത്.
അപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതല്ലാതെ ഒരുപാട് ഓർഗനൈസിങ് ഐഡിയാസ് നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് എന്നെയും കൂടെ അറിയിക്കുക. അപ്പോൾ അത് എനിക്കും ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നത്തെ വീഡിയോ മറക്കാതെ കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.